ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്നലെ പാർലമെന്റിൽ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അവരത് വോട്ട് കൊള്ളയിലൂടെ ആരംഭിക്കുകയാണ്. വോട്ടർ പട്ടിക വഴി അതിലെ പരമാവധി വ്യാജന്മാരെ ചേർത്തുകൊണ്ട്, ബി ജെ പിക്കാരെ ചേർത്തുകൊണ്ട്, ബി ജെ പിക്ക് എതിരായിട്ട് വരാവുന്ന വോട്ടുകളൊക്കെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് പരമപ്രധാനമായിട്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഈ ബില്ല്. ഇത് പാസ്സാവുകയാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളുടെ മന്ത്രിസഭയുണ്ടെങ്കിൽ, പ്രതിപക്ഷ മുന്നണിയുടെ മന്ത്രിസഭകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇതെപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ആലോചിക്കണം, അടിയന്തരാവസ്ഥ എതിർത്തവര്, ഇപ്പൊ പ്രചാരണത്തിന് വേണ്ടി അടിയന്തരാവസ്ഥ ദിനം ആചരിക്കുന്നവര്, അവരാണ് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പുതിയ നിയമവുമായി വരുന്നത് എന്ന്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എക്കാലത്തേക്കുമായിരുന്നില്ല, ചെറിയൊരു കാലയളവിലേക്കായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഈ നിയമങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലുള്ള മാനിപ്പുലേഷൻസ് തുടരാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എക്കാലത്തേക്കുമായിട്ട് നമ്മുടെ ജനാധിപത്യം ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം.